വെൽക്കം ടു എൻട്രി ആപ്പ്. എൻ്റെ പേര് മീര. ഇന്ന് നമ്മൾ HSA ഇംഗ്ലീഷ് 2.0 ബേസ് ചെയ്തിട്ടുള്ള ക്വിസിൽ ബോക്സിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ HSA ഇംഗ്ലീഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു അഡ്വാൻസ്ഡ് ലെവൽ കോഴ്സാണ് നിങ്ങളുടെ മുന്നിൽ ഈ പ്രാവശ്യം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് എൻട്രി ആപ്പ് സജ്ജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്വിസിൽ ബോക്സ് പാർട്ട് 2 ഞാൻ പോകുന്നു. അപ്പോൾ ക്വിസിൽ ബോക്സ് പാർട്ട് 2 ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഐഡൻറ്റിഫൈ ദ വർക്ക്. You are the only young man that I know of who ignores the fact that future becomes present, the present the past, and the past turns into everlasting regret if you don't plan for it. അതായത് ഇവിടെ HSA ഇംഗ്ലീഷിൻ്റെ സിലബസിലുള്ള ഒരു വർക്കിൽ നിന്നും എടുത്തിട്ടുള്ള കോട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് ലൈഫിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നു ഫ്യൂച്ചർ ആണ്, ഫ്യൂച്ചർ ബിക്കംസ് ദി പ്രസൻറ്റ് ആൻഡ് ദി പ്രസൻറ്റ് ദി പാസ്റ്റ് ആൻഡ് ദി പാസ്റ്റ് ടേൺസ് ഇൻ ടു എവർ ലാസ്റ്റിംഗ് റിഗ്രറ്റ്. പാസ്റ്റ് ടേൺസ് ഇൻ ടു എവർ ലാസ്റ്റിംഗ് റിഗ്രറ്റ് ഇഫ് യു ഡോണ്ട് പ്ലാൻ ഫോർ ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങളെടുക്കുന്ന ഡിസിഷൻസ് ആണ് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ നേരത്തെ ജോയിൻ ചെയ്യണോ, താമസിച്ച് ജോയിൻ ചെയ്താൽ പോരെ, എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പോരെ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ കയ്യിൽ 2 കാര്യങ്ങൾ മാത്രമാണുള്ളത്. എന്താണ്? ഒന്ന്, നമുക്ക് പരിശ്രമിക്കാം അല്ലേ. പരിശ്രമിക്കാനായിട്ടുള്ള ഒരു കഴിവ്, പരിശ്രമം, നമ്മളുടെ പരിശ്രമവും സമയവും മാത്രമാണ് നമ്മളുടെ കയ്യിലുള്ള ടൂൾസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമയം കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പരിശ്രമം എത്ര പരിശ്രമിച്ചാലും ചിലപ്പോൾ അത് നേടിയെടുക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യൂ. HSA ഇംഗ്ലീഷ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു കോട്ട് ഇതാരാണ് പറഞ്ഞത്? ഐഡൻറ്റിഫൈ ദ വർക്ക് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു വർക്കിന് ഈ ഒരു കോട്ട് എടുത്തിട്ടുള്ള ഇതിൻ്റെ ഒരു ഫിലിം അഡാപ്റ്റേഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളുടെ പൃഥ്വിരാജ് അഭിനയിച്ച അകലെ, ശ്യാമപ്രസാദിൻ്റെ അകലെ എന്ന ഫിലിം ഈ ഒരു വർക്കിൻ്റെ ഫിലിം അഡാപ്റ്റേഷൻ ആയിരുന്നു എന്നോർക്കുക. വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു വർക്കിൻ്റെ എസെൻസ് ഒപ്പിയെടുത്തുകൊണ്ടുള്ളൊരു വർക്ക് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അകലെ എന്ന വർക്ക്. അപ്പോൾ actress Sheila won the National Film Award for the Best Supporting Actress for the film adaptation in 2004. അപ്പോൾ ഈ ഒരു ഫിലിമിൽ അഭിനയിച്ചതിന് ഷീല എന്ന ആക്ട്രസിന് നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ കൂടി കിട്ടിയിരുന്നു. ഏതാണ് ഈ വർക്ക്? കൂടാതെ ഇതിലെ ഒരു ക്യാരക്ടറിന് പ്ലൂറോസിസ് എന്നൊരു ഡിസീസ് ഉണ്ട്. ആ പ്ലൂറോസിസിനെ ജിം എന്ന ക്യാരക്ടർ അവരുടെ പേരായിട്ട് ബ്ലൂ റോസസ് എന്ന് വിശേഷിപ്പിക്കുന്നു. ബ്ലൂ റോസ്, നിങ്ങൾ ആ ഒരു പാട്ട് ഓർക്കുന്നുണ്ടാവും അല്ലേ? അകലെ എന്ന ഫിലിമിലെ പാട്ട് ബ്ലൂ റോസ് എന്ന പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇനി ഏതാണ് ഈ ഫിലിം എന്ന് കൂടിയാണ് നമ്മൾക്കറിയേണ്ടത്. ടെന്നസി വില്യംസിൻ്റെ ദി ഗ്ലാസ് മെനേജറി എന്ന വർക്കാണ്. ടെന്നസി വില്യംസിൻ്റെ ഗ്ലാസ് മെനേജറി എന്ന വർക്കിൻ്റെ ഫിലിം അഡാപ്റ്റേഷനാണ് അകലെ എന്ന ശ്യാമപ്രസാദിൻ്റെ ഫിലിം എന്നോർത്തിരിക്കുക. അപ്പോൾ ഈ ക്ലൂസ് ഒക്കെ, ഈ ബ്ലൂ റോസ് ഒക്കെ നിങ്ങൾ ഇനി മറക്കില്ല. ഈ ബ്ലൂ റോസ് എന്നത് പ്ലൂറോസിസ് എന്ന ഡിസീസിനെ തെറ്റായിട്ട് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ബ്ലൂ റോസ് എന്ന ടേം അവിടെ വരുന്നത്. ഇത് വളരെ സിംബോളിക്കായിട്ട് വരുന്നൊരു എലിമെൻ്റ് ആണ് ഈ വർക്കിൽ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി ലിറ്റററി ഫിഗർ തന്നെയാണ്. ഐഡൻറ്റിഫൈ ദി ലിറ്റററി ഫിഗർ. ഇവിടെ 1913 എന്ന വർഷം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അതായത് നൊബേൽ പ്രൈസ്, കൂടാതെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലോട്ട് നൊബേൽ പ്രൈസ് വരുന്നു. 1913 ഈ ഇയേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. HSA ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് ഇയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നോൺ യൂറോപ്യൻ ആൻഡ് ദി ഫസ്റ്റ് ലിറിസിസ്റ്റ് ടു വിൻ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ആരാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. 1913 എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ഉത്തരം വന്നിട്ടുണ്ടാകും. He spent his entire sum on the Asrama school in Shantiniketan and later for setting up his dream project Vishwabharati University. Vishwabharati University.
അപ്പോൾ അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ആയിട്ട് ലഭിച്ച ആ ഒരു പ്രൈസ് മണി അദ്ദേഹം എന്ത് ചെയ്തു? വിശ്വഭാരതി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നതാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്കിവിടെ കാണാം ഗീതാഞ്ജലി എന്ന വർക്ക് സോങ് ഓഫറിംഗ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് ടൈറ്റിൽ എന്ന് ഓർക്കുക. കൂടാതെ ഈ ഒരു വർക്കിന് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രിഫേസ് എഴുതിയിട്ടുള്ള വ്യക്തി ആരാണ്? W.B. Yeats ആണ്. W.B. Yeats. ഇത് ക്ലിയർ ആകുന്നുണ്ടോ എന്നറിയില്ല. W.B. Yeatsൻ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്തത് കൊണ്ടാണ് ഞാനൊരു ഈ ഒരു പിക്ചർ ഇവിടെ കൊണ്ടുവന്നത്. W.B. Yeats. അപ്പോൾ ഇനി കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഇദ്ദേഹം ആരാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നമ്മളുടെ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഈ 1913 നൊബേൽ പ്രൈസ് ലഭിച്ച നമ്മളുടെ ഫസ്റ്റ് നോൺ യൂറോപ്യൻ ആൻഡ് ദി ഫസ്റ്റ് ലിറിസിസ്റ്റ് ടു വിൻ ദി നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. അടുത്ത ചോദ്യം ലിറ്റററി ഫിഗറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നത് തന്നെയാണ്. ഷീ വാസ് നോമിനേറ്റഡ് 5 times ഫോർ ബുക്കർ പ്രൈസ്. ബുക്കർ പ്രൈസിൽ 5 പ്രാവശ്യം നോമിനേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു ലിറ്റററി ഫിഗർ. കൂടാതെ ഇവരൊരു ഡിവൈസ് യൂസ് ചെയ്യുമായിരുന്നു. ആ ഡിവൈസിൻ്റെ പേരാണ് ലോങ് പെൻ എന്നൊരു ഡിവൈസ്. അതൊരു റിമോട്ട് സൈനിങ് ഡിവൈസ് ആണ്. കൺസീവ്ഡ് ബൈ റൈറ്റർ മാർഗ്രറ്റ് ആറ്റ്വുഡ്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പേര് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മാർഗ്രറ്റ് ആറ്റ്വുഡ് ഇവിടെ ആൻസർ ആണ്. കൂടാതെ ഇവർ സ്പെക്യുലേറ്റീവ് ഫിക്ഷൻ ആയിരുന്നു ഇവരുടെ ഏരിയ എന്ന് പറയുന്നത്. സ്പെക്യുലേറ്റീവ് ഫിക്ഷൻ ആസ് ലിറ്ററേച്ചർ ദാറ്റ് ഡീൽസ് വിത്ത് പോസിബിലിറ്റീസ് ഇൻ എ സൊസൈറ്റി വിച്ച് ഹാവ് നോട്ട് യെറ്റ് ബീൻ എനാക്റ്റഡ്. അപ്പോൾ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ഫിക്ഷൻ ആണ് ഇവരുടെ വർക്ക്സിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുക. 5 പ്രാവശ്യം ബുക്കർ പ്രൈസിന് നോമിനേറ്റഡ് ആയ ലോങ് പെൻ എന്ന ഡിവൈസ് യൂസ് ചെയ്യുന്ന സ്പെക്യുലേറ്റീവ് ഫിക്ഷൻ എന്ന ഒരു രീതി ഫോളോ ചെയ്യുന്ന റൈറ്റർ ആരാണ്? മറ്റാരുമല്ല, മാർഗ്രറ്റ് ആറ്റ്വുഡ്. ആ ഒരു ലോങ് പെൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ, ആ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മാർഗ്രറ്റ് ആറ്റ്വുഡ് ആണ് നമ്മളുടെ ഉത്തരം. അടുത്തത് ഐഡൻറ്റിഫൈ ദി വർക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു വർക്കാണ്. നമ്മളുടെ HSA ഇംഗ്ലീഷ് സിലബസിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ HSAക്ക് ഒരു PYQ കൂടിയായിരുന്നു ഈ ഒരു വില്ലേജ് എന്ന് പറയുന്നത്. ജിമ്മർട്ടൺ വില്ലേജ് ഏത് വർക്കിലാണ് എന്ന രീതിയിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ജിമ്മർട്ടൺ വില്ലേജ് ആണ്. അപ്പോൾ ഈ ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. ജിമ്മർട്ടൺ വില്ലേജ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. This work has captivated readers for over a century with its haunting tale of love, revenge and the power of nature. അപ്പോൾ എല്ലാവരെയും ക്യാപ്റ്റിവേറ്റ് ചെയ്യാനായിട്ട്, റീഡേഴ്സിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചൊരു വർക്കാണ്. ഇറ്റ്സ് എ ഹോണ്ടിങ് ടെയിൽ ഓഫ് ലവ്, റിവെഞ്ച് ആൻഡ് ദി പവർ ഓഫ് നേച്ചർ കൂടി നമ്മൾക്ക് ഈ വർക്കിൽ കാണാൻ സാധിക്കുന്നു. ഇനി ഇവിടെ നമ്മളുടെ എമിലി ബ്രോണ്ടിയുടെ ഓൺലി പബ്ലിഷ്ഡ് നോവൽ കൂടിയാണ് ഏത്? വുദറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്നത്. വുദറിംഗ് ഹൈറ്റ്സിനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് എ ഗോത്തിക് നോവൽ. ഒരു ഗോത്തിക് നോവലായിട്ട് ഈ ഒരു വർക്കിനെ കൺസിഡർ ചെയ്യാറുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. വിത്ത് ഇറ്റ്സ് എറി അറ്റ്മോസ്ഫിയർ, ഹോണ്ടഡ്. നിങ്ങൾക്ക് ആ ഒരു വില്ലേജിൻ്റെ പിക്ചർ കണ്ടപ്പോൾ തന്നെ ആ ഒരു ഹോണ്ടഡ് ആയിട്ടുള്ളൊരു വില്ലേജ് ആണ്. ആ ഒരു വീടൊക്കെ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഹോണ്ടഡ് ആയിട്ടുള്ള സെറ്റിംഗ്, ഡാർക്ക് തീംസ്, വുദറിംഗ് ഹൈറ്റ്സ് ഫോൾസ് ഇൻ ടു ദി ജോണർ ഓഫ് ഗോത്തിക് ലിറ്ററേച്ചർ. വുദറിംഗ് ഹൈറ്റ്സിനെ ഗോത്തിക് ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. It employs elements of mystery, supernatural occurrences and deep psychological exploration ആണ് ഈ വർക്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു വർക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ആരാണ്? ഹീത്ത് ക്ലിഫ് അല്ലേ? ഹീത്ത് ക്ലിഫ് എന്ന ബ്രൂഡിങ് ആൻഡ് ടോർച്ചേർഡ് ആൻറ്റി ഹീറോയാണ് ഈ ഒരു വർക്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ലിറ്ററേച്ചറിലെ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വൺ ഓഫ് ദി മോസ്റ്റ് അൺഫോർഗറ്റബിൾ ക്യാരക്ടർ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഹീത്ത് ക്ലിഫ്. അപ്പോൾ ഹീത്ത് ക്ലിഫ് വിത്ത് ഹിസ് ഡാർക്ക് ആൻഡ് മിസ്റ്റീരിയസ് ആലോ has become an iconic character. ഒരു iconic character ആണ് in English literature. Iconic character ആണ്. His tormented love for Catherine Earnshaw and his quest for revenge
അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോർമെൻറ്റഡ് ലവ് ആൻഡ് ഹിസ് ക്വസ്റ്റ് ഫോർ റിവെഞ്ച് ആണ് ഈ വർക്കിൻ്റെ ഭാഗമാകുന്നത്, ഈ വർക്കിൻ്റെ സക്സസിൻ്റെ ഭാഗമാകുന്നത് എന്ന് മനസ്സിലാക്കുക. have made him a figure of fascination and intrigue for readers worldwide എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഹീത്ത് ക്ലിഫിനെയും നമ്മളുടെ കാതറിൻ ഏൺഷോയിനെയും ഒക്കെ കാണണം. വുദറിംഗ് ഹൈറ്റ്സ് ആ ഒരു ഇതിലോട്ട് നിങ്ങൾ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹീത്ത് ക്ലിഫിൻ്റെയും ഏൺഷോയുടെയും കാതറിൻ ഏൺഷോയുടെയും പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് വുദറിംഗ് ഹൈറ്റ്സ്. അപ്പോൾ വുദറിംഗ് ഹൈറ്റ്സ് നമ്മളുടെ HSA ഇംഗ്ലീഷ് സിലബസിൻ്റെ ഭാഗമാണ്. ഇനി നമ്മളുടെ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഐഡൻറ്റിഫൈ ദ വർക്ക്. അപ്പോൾ ഇവിടെ ഒരു ഇഫക്റ്റാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുന്നു, ഐ എക്സ്പെക്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫ്രം യു. ഞാൻ നിങ്ങളിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്, കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കൂടി നന്നായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് മറ്റൊരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ആ ഒരു മോട്ടിവേഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു മോട്ടിവേഷനോട് കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ ഗ്രാഫ് ഉയരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ മറ്റൊരു വ്യക്തിയുടെ പെർഫോമൻസിൻ്റെ ഗ്രാഫ് ഉയരുന്നു. ഇതിനെയാണ് പിഗ്മാലിയൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പിഗ്മാലിയൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് പിഗ്മാലിയൻ ഇഫക്റ്റ് ആണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു പേര്, ഈ പിഗ്മാലിയൻ ഇഫക്റ്റ് എന്ന തിയറി വരുന്നത് നമ്മളുടെ പിഗ്മാലിയൻ 1913 അവിടെ പിഗ്മാലിയൻ എന്ന വർക്കിൽ നമ്മൾക്കറിയാം ഫോണറ്റിക്സ് പ്രൊഫസറാണ്. He is successful in making a bet that he can teach a poor flower girl to act like a upper class lady. അപ്പോൾ ഒരു ഫ്ലവർ ഗേളിനെ ഒരു അപ്പർ ക്ലാസ് ലേഡീനെ പോലെ മാറ്റിയെടുക്കാമെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ചൊരു വർക്ക് കൂടിയാണ് പിഗ്മാലിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ വർക്ക് എന്നായിരുന്നു ചോദ്യം. പിഗ്മാലിയൻ ആണ് നമ്മളുടെ ജോർജ് ബെർണാഡ് ഷോയുടെ വർക്കാണ്. ജോർജ് ബെർണാഡ് ഷോയുടെ വർക്കാണ്. നിങ്ങൾക്ക് ഫ്ലവർ ഗേളിനെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിഗ്മാലിയൻ എന്നത് ജോർജ് ബെർണാഡ് ഷോയുടെ വർക്കാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് വിഷ്വൽ ട്രീറ്റിലൂടെ ഡിസ്കസ് ചെയ്തു പോയത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നാണ് വിശ്വാസം. അപ്പോൾ എല്ലാവരും HSA ഇംഗ്ലീഷ് അഡ്വാൻസ്ഡ് കോഴ്സിനെ കുറിച്ച് മറക്കാതിരിക്കുക. സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠനം ആരംഭിക്കുക. നന്ദി, നമസ്കാരം.